പുരുഷന്മാർക്കും പറ്റും ചില വിഡ്ഢിത്തരങ്ങൾ. ദിവസം ചെല്ലുന്തോറും മുഖക്കുരു വർദ്ധിച്ചു വരികയാണോ? മുഖത്തുണ്ടാകുന്ന പാടുകൾ കാരണം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? എന്നാൽ മുഖക്കുരുവിനെക്കുറിച്ച് ചില മണ്ടൻ ധാരണകളുണ്ട്. സൗന്ദര്യ സംരക്ഷണ കാര്യത്തിൽ ഇന്ന് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നവരാണ് പുരുഷന്മാർ. ഇതിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തത് പലപ്പോഴും ഇവരെ കൂടുതൽ കുഴപ്പങ്ങളിൽ ചിന്തിച്ചാടിക്കുന്നു. പല ധാരണകളും ശരിയെന്ന് നമ്മൾ കരുതും പോലെ അതൊന്നും ശരിയാവണമെന്നില്ല. പക്ഷേ പല പുരുഷന്മാരും ധരിച്ചു വച്ചിരിക്കുന്ന ചില വിഡ്ഢിത്തരങ്ങളുണ്ട് മുഖസൗന്ദര്യത്തെക്കുറിച്ച്. അവ ഏതൊക്കെയെന്ന് നോക്കാം. എണ്ണമയമുള്ള ചർമ്മം. എണ്ണമയമുള്ള ചർമ്മത്തിൽ തീർച്ചയായും മുഖക്കുരു ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ചർമ്മക്കാരെ മാത്രമേ മുഖക്കുരു ഉണ്ടാവൂ എന്ന് പറയുന്നതിൽ ഒരു ശരിയുമില്ല. എപ്പോഴും മുഖം കഴുകണം. മുഖം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ പലപ്പോഴും മുഖം കഴുകുന്നത് മുഖക്കുരു വർദ്ധിക്കാൻ മാത്രമേ കാരണമാകൂ. മുഖക്കുരുവിന് പ്രതിവിധി ഇല്ല. മുഖക്കുരുവിന് പ്രതിവിധി ഇല്ല എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ തിരുത്തേണ്ടതാണ്. കാരണം എല്ലാത്തിനും പ്രതിവിധി ഉള്ളതുപോലെ മുഖക്കുരുവിനും പ്രതിവിധി ഉണ്ട് എന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശം കേൾക്കുക. മുഖക്കുരുവിന് സ്കിൻ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നത് പുളുവാണെന്ന് നിങ്ങൾ തോന്നേണ്ട ആവശ്യമില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടാവുമോ? വെളുക്കാൻ തേച്ച് പാണ്ടാവാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു ചൊല്ല് പോലും ഉണ്ട് എന്നതാണ് സത്യം. കൂടുതൽ മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ കൂടുതൽ ബലം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. മുഖക്കുരുവിന് ടൂത്ത് പേസ്റ്റ് നല്ലതാണോ? മുഖക്കുരുവിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ടൂത്ത് പേസ്റ്റിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എല്ലാം വെറുതെ തന്നെ. ഭക്ഷണം കുറച്ചേക്കാം. ചോക്ലേറ്റ്, ജങ്ക് ഫുഡ് ഇവ രണ്ടും നിർത്താം എന്നതാണോ തീരുമാനം? നല്ല തീരുമാനം തന്നെയാണ്. എന്നാൽ പലപ്പോഴും ഇവ രണ്ടും മുഖക്കുരുവിന് കാരണമാകുന്നു എന്നൊരു മിഥ്യാധാരണ ഉണ്ട്. അത് ശരിയല്ല. താടി വളർച്ച മുഖക്കുരുവിനെ പ്രതിരോധിക്കും. ഇതൊരു തെറ്റായ ധാരണയാണ്. എന്തുകൊണ്ടെന്നാൽ താടി ഉണ്ടെങ്കിൽ മുഖക്കുരു കാണാതിരിക്കും, പക്ഷെ മുഖക്കുരുവിനെ പ്രതിരോധിക്കും എന്ന് പറയുന്നത് ശരിയല്ല. ഷേവിംഗ് മുഖക്കുരു ഉണ്ടാക്കും. ഷേവിംഗ് മുഖക്കുരുവിന് കാരണമാകും എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഇതും ഒരു ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ട് തന്നെ പലരും താടി നീട്ടി വളർത്തുകയും ചെയ്യുന്നു.